ടു സോണിയസ് കിച്ചൻ. ഞാനിന്നിവിടെ സുഗിയനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സുഗിയൻ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. 250 ഗ്രാം ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഞാനൊന്ന് കുതിരാനായിട്ട് വെക്കുകയാണ്. ആ കുതിർന്ന് കഴിയുമ്പോൾ അത് നികക്കെ തന്നെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം. സാധാരണ പാത്രത്തിൽ വെച്ചാണ് വേവിക്കുന്നതെങ്കിൽ വെള്ളം കുറച്ചേ വെക്കാവുള്ളൂ. വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അത് പറ്റിച്ചെടുക്കാനൊക്കെ അല്ലെങ്കിൽ അപ്പോഴത്തേക്ക് അത് പിന്നെ കുഴഞ്ഞും പോകും. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കാം. അതിന് ചേർക്കാനായിട്ട് ഞാനിവിടെ മൈദമാവ് കലക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കളർ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ ഫുഡ് കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. പകരം അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മാവിന് നല്ലൊരു സോഫ്റ്റ്നെസ് വരുന്നതിന് വേണ്ടി ഞാൻ ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുകയാണ്. ആ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുമ്പോഴാണ് ആ മാവ് നല്ലതായിട്ട് ആ പുറത്ത് മൈദമാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാറ്. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അറിയാം അതിൻ്റെ പുറത്ത് അങ്ങ് ഭയങ്കര കട്ടിയായിരിക്കും. കാരണം ആ മൈദ അപ്പം തന്നെ കലക്കി എടുക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. അര സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, പഞ്ചസാര നിർബന്ധമില്ല. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കണം. ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇതിന് നന്നായിട്ട് കലക്കിയെടുക്കാം. കലക്കുമ്പം വെള്ളം ഒന്നിച്ച് ഒഴിക്കാതെ കുറേശ്ശെ ആയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പം ബേക്കിംഗ് പൗഡർ ചേർത്തത് കൊണ്ട് ഇത് ഞാനിപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്കും ആ പയറാണെങ്കിൽ ഒരല്പം കുതിർന്ന് വരും, വേകാൻ എളുപ്പമായിരിക്കും. അപ്പോൾ സുഗിയനുള്ള ബാറ്റർ തയ്യാറാക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു പരുവത്തിൽ വേണം. ഒരുപാട് വെള്ളമായി പോകരുത്. വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മുക്കുമ്പോഴത്തേക്കും പയർ ഇതിലേക്ക് ആയിപ്പോവും. അപ്പം ഈ ഒരു പാകത്തിൽ ഇത് മാറ്റി വെക്കാം. ഇപ്പം ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഈ ശർക്കരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. ചിലരൊക്കെ പഞ്ചസാര ചേർക്കാറുണ്ട്. അപ്പം ഈ ശർക്കര ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കുമ്പോഴാണെങ്കിലും വെള്ളം വളരെ കുറച്ചേ ഉരുക്കാവുള്ളൂ. ആ പയറിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നത്. അപ്പം അത് വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ കറക്റ്റ് ആയിട്ടുള്ള പാകം കിട്ടത്തില്ല. അപ്പം ഇതിലേക്ക് ഇതും കൂടി വെള്ളം ഒഴിച്ച് ഉരുകാനായിട്ട് വെക്കാം. ശർക്കരയിലേക്ക് വെള്ളം ഒഴിച്ച് മെൽറ്റാകാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. ശർക്കരയിൽ ഞാൻ ഇത്രേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. കാരണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ അത് വെള്ളം കൂടിപ്പോവും. ഈ ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ കുറച്ച് വെച്ച് ഇത് മെൽറ്റാകാനായിട്ട് വെക്കാം. മുഴുവൻ ശർക്കരയും നന്നായിട്ട് മെൽറ്റാകുന്നത് വരെ ഇത് അടുപ്പിൽ തന്നെ വെക്കണം. എന്നിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ പയർ ഞാൻ വെള്ളമില്ലാതെ തന്നെ വേവിച്ചെടുത്താണിത്. ഇതിലൊട്ടും വെള്ളമയോ ഇല്ലിപ്പോൾ. ഇതിലേക്ക് ബാക്കി ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ അരമുറി തേങ്ങ കൂടി ചേർക്കാണ്. തേങ്ങ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരപ്പാനി കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കണം. അരിച്ചിട്ട് വേണം ശർക്കരപ്പാനി എടുക്കാൻ. ചിലപ്പം ചില ശർക്കരയൊക്കെ ഉരുക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ കല്ലുണ്ടാകും. അപ്പം നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൈകൊണ്ട് ഇളക്കി കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം 1 സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് ഉരുട്ടിയെടുക്കണം. അപ്പം ഇങ്ങനെ കൂട്ട് തയ്യാറാക്കിക്കൊണ്ട് വരുമ്പോഴേക്കും ഇതിൽ ഉരുട്ടി പിടിക്കാൻ പറ്റത്തില്ല. കാരണം അതിൽ വെള്ളമയം കൂടുതൽ, അതായത് ശർക്കരപ്പാനി കൂടുതലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഉരുട്ടുമ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമുക്ക് ഒരല്പം ആവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിനെ ഒരല്പം ആറി കഴിയുമ്പോഴേക്കും ഓരോ ഉരുളയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ 7 ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ആ പയർ. ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മാവിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി എണ്ണ ചൂടാകാനായിട്ട് വെക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഈ ബോൾസ് ഓരോന്നായി മുക്കിയിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഒന്ന് വേവുന്ന രീതിയിൽ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ സുഗിയൻ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.